ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എന്താ എല്ലാവർക്കും ഒരു ഒച്ചയനൊക്കെ ഒന്നും ഇല്ലല്ലോ ക്ലാസ്സിന്? എല്ലാവരും ടൂറിന് പോയോണ്ടാണോ? ആൾക്കാർ കുറവായതുകൊണ്ടാണോ? എന്താ പിള്ളേർ നിങ്ങളാരും ടൂറിന് പോകാഞ്ഞേ? രസമല്ലായിരുന്നോ? പോയിട്ട് വരാൻ വയ്യായിരുന്നോ? ഞങ്ങളാരും പോയില്ല ടീച്ചറെ. ടൂറൊന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒന്ന് കെട്ടിപ്പറക്കി പോകാൻ പറ്റുമോ ടീച്ചറെ? നമ്മുടെ ഈ ക്ലാസ് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അല്ലാതെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല നീ പോവാഞ്ഞത്. ഓ അങ്ങനെ കണ്ടോ, അവരൊന്നും പഠിച്ചില്ലേലും കുറച്ച് ഉത്തരവാദിത്വവും ക്ലാസ്സിനോട് കുറച്ച് സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ ഉള്ള ഒരേ ഒരു പയ്യന് നമ്മുടെ അഖിലേ ഉള്ളു കേട്ടോ. മിക്ക ടീച്ചേഴ്സും ടൂറിനൊക്കെ പോയപ്പോ അതുകൊണ്ട് ഞാൻ തന്നെ ആയിരിക്കില്ല സബ്ജക്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ടൂറിനെങ്ങാനും പോയാൽ മതിയായിരുന്നു. ഓക്കെ. അപ്പൊ എല്ലാരും ഒരു കാര്യം ചെയ്യും, സയൻസിന്റെ നോട്ട്ബുക്ക് ഒന്ന് എടുത്തേ. ആരെങ്കിലും ഒരാൾ സയൻസിന്റെ നോട്ട്ബുക്ക് എനിക്ക് തന്നേ. എന്താ ടീച്ചറെ? എടുക്കും. ബുക്കൊന്നും പൊതിഞ്ഞിട്ടൊന്നുമില്ല, പൊതിഞ്ഞോട്ട് വരണം കേട്ടോ. അപ്പൊ നമുക്ക് സയൻസിനകത്ത് ബയോളജി നമുക്കൊന്ന് നോക്കാം. എന്ത് പടി ടീച്ചർ കളിക്കുന്നത്? എന്താണ് മനസ്സിലായോ എല്ലാവർക്കും? എനിക്ക് പിടി കിട്ടിയത് എന്തുവാ സംഭവം? നിനക്ക് വല്ല മനസ്സിലായോ? പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതെന്താണ് അഖില പറയുന്നത്? എന്തുവാന്ന് ഞാൻ പറയാം ടീച്ചറെ. ടീച്ചറെ, ഇത് എന്നും എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന സാധനമാണ്. ഇത് അമ്മ എന്നും ഉണ്ടാക്കി തരുമോ? ഇതിനെയോ? പിന്നെ നല്ല പോഷക ഗുണമുള്ള സാധനമാണിത്. പോഷകം ഇതിനുണ്ടോ? ഇതിന്റെ നടുക്കിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കുനുകുനാന്നിട്ടേക്കുന്ന സാധനം ഉണ്ടല്ലോ ടീച്ചർ, അത് കുറച്ചുകൂടി ഇട്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. പിന്നെ കുഴപ്പമില്ല, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇതെന്താണിത്? ഇത് എന്ന് പറയുന്നത് ഒരു പേരില്ലേ? ഇതെന്തുവാ ടീച്ചർ? ഇത് കണ്ടാ അറിയത്തില്ലേ ടീച്ചറെ? ബുൾസേ. നമ്മുടെ വീട്ടിൽ അമ്മ എന്നും എനിക്ക് ഉണ്ടാക്കി തരും. ഹെൽത്തി ആയിട്ടുള്ള സാധനം ഇല്ലേ ടീച്ചറെ? ബുൾസയോ? ബുൾസ്. എടാ, ഇത് എന്തുവാന്ന് വല്ല മനസ്സിലായോടാ നിനക്കൊക്കെ? ഇത് അമീബയാ ഞാൻ വരച്ചത്. തോറ്റ് ഞാൻ ഇത് ആര് കണ്ടാലും ബുൾസയാണല്ലേ പറയത്തുള്ളൂ. ടീച്ചറെ, ഒരു ഡൗട്ട് ഉണ്ട് ടീച്ചറെ. എന്തുവാ അതിന്റെ സംശയം? ഈ അമീബ പ്രസവിക്കുവാന്നോ മുട്ടയിടുവാന്നോ ടീച്ചറെ? മുട്ടയിടുവാന്നോ പ്രസവിക്കുവാന്നോ എന്തൊക്കെ അറിയണം നിനക്കൊക്കെ? നിനക്ക് കിട്ടി ആവശ്യമില്ലാത്ത ഒരു സംശയം. ഇങ്ങനെയൊക്കെയാണല്ലോ ടീച്ചറിനോട് ചോദിക്കുന്നേ. ബയോളജി എല്ലാം എടുത്തു വെച്ചേ. ബയോളജിയുടെ ഒക്കെ കഴിഞ്ഞു. ബയോളജി പഠിപ്പിച്ചാലേ എനിക്ക് വട്ട് പിടിക്കും. അടുത്ത കെമിസ്ട്രി എടുക്കുക. കെമിസ്ട്രി ഇപ്പൊ എങ്ങനെ ജയിച്ചു പോവോ എന്ന്. കെമിക്കൽ ഫോർമുലയൊക്കെ എല്ലാത്തിന്റെ അറിയാവോ നിങ്ങൾക്ക്? കാൽസ്യം കാർബണേറ്റിന്റെ ഫോർമുല എന്ന് പറഞ്ഞേ. അതിൽ ഇത്രയും പുളിസയൊക്കെ അടിച്ചിട്ടിരിക്കുകയല്ലയോ? ക്ഷീണിച്ചു കാണും. നീ പറ, അഖില തന്നെ പറ. എന്തുപാടെ അറിയാമോ നിനക്ക്? കാൽസ്യം കാർബണേറ്റ് പൊട്ട കാക്കോത്രി. ടീച്ചറെ, ഇവിടെ കോക്കുരു കുത്തി കാണിക്കുന്ന ടീച്ചറെ. എനിക്ക് ഉത്തരം അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കോക്കുരു കുത്തി കാണിക്കുന്നത്.
നാളും ഇതുപോലായിരുന്നു ടീച്ചറെ. എനിക്ക് പറഞ്ഞു തന്നിട്ടും വേണ്ടിയില്ല ഇങ്ങനെ കളിയാക്കാതിരുന്ന കൂടെ. കോക്കുറി എത്തി കാണിക്കില്ല. കോക്കുറി എഴുന്നേക്ക് എഴുന്നേക്ക്, നീ എഴുന്നേക്ക്. നിന്നെ അടിക്കണ്ടെങ്കിൽ എഴുന്നേക്ക്. നീ എന്തിനാണ് അവനെ കോക്കുറി കുത്തി കാണിച്ചേ? എന്തൊക്കെ വേലത്തരമാ പറയുന്നത്. അയ്യോ ടീച്ചറെ, കോക്കുറി കുത്തിയതല്ല. നീ പറയുന്ന കാക്കോത്രി. കാക്കോത്രിയോ? അതെന്തുവാ? അയ്യോ അല്ല ടീച്ചറെ, CaCO3 കാക്കോത്രി. ഓ CaCO3. അത് കൊള്ളാം കേട്ടോ. CaCO3. കാക്കോത്രി. ഇതൊക്കെ പേപ്പറിനകത്ത് കണ്ടാൽ മതി, കായും കോയും ത്രീയും ഒക്കെ. വേറെ ഒന്നും വരച്ചു വെച്ചിട്ടേ കൊള്ളാം. പറഞ്ഞു തന്നാ പോലും അറിയാത്ത നീ അതായിരുന്നോടി പറഞ്ഞേ, കാക്കോത്രിന്നാന്ന് പറഞ്ഞേ. അയ്യോ ഞാൻ വിചാരിച്ച് കോക്കറി കുത്തിയതാണ്. കളിയാക്കിയാന്ന് വിചാരിച്ചു. സോറി കേട്ടോ. മാത്സ് വല്ല അറിയാവോടെ? എന്റെ കയ്യില് ഒരു 10 തേങ്ങ ഉണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നു? 10 തേങ്ങ. അതിൽ തേങ്ങയില് 5 എണ്ണം. എത്രണ്ണോ? 5 എണ്ണം മനുവിന് കൊടുത്തു. അത് കൊടുത്തു. 5 എണ്ണം മനുവിന് കൊടുത്തു. 2 എണ്ണം പിങ്കിക്ക് കൊടുത്തു. ബാക്കി എത്ര പറ? അതെന്നാ പരിപാടിയാ ടീച്ചറെ? ടീച്ചറെ ഞാനും വീണയും ഇവിടെ ഉണ്ട്. ടീച്ചർ അത്രയും 10 തേങ്ങ ഉണ്ടായിട്ട് ഒരെണ്ണം ഞങ്ങൾക്ക് തന്നോ ടീച്ചറെ? മനുവും പിങ്കിയൊക്കെ ടൂറിന് പോയേക്കോ ഇല്ലയോ? ഇവിടെ ഇല്ലാത്ത അവർക്ക് കൊടുക്കും. ഞങ്ങളിവിടെ 2 പേരും ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് ആർക്കും തരത്തില്ല, അവർക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നു. ടീച്ചർ നല്ല സ്നേഹം അവരോട് അല്ലേടി? അത് ശരിയാ, ശരി. ഞങ്ങൾ 2 പേരും ഉള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമായിരുന്നു ടീച്ചറെ. അവൻ പറഞ്ഞത് കാര്യമുണ്ട്. അല്ലെങ്കിൽ ടീച്ചർക്ക് മറ്റവന്മാരും അവരോടൊക്കെയാ സ്നേഹം. തന്നെയല്ല ഈ പാവം പിടിച്ച വീണ ഇന്നലെ മുള വരച്ചാ ചോറ് കൊണ്ടുവന്നത്. അവർ വീട്ടിൽ തെളിയില്ല അല്ലയോടി. നീ ഇന്നലെ മുള വരച്ചല്ലോടി നീ ഇന്നലെ ചോറ് കൊണ്ടുവന്നേ. എനിക്ക് തരണ്ട, അവക്കെങ്കിലും ഒരു തേങ്ങ കൊടുക്കാറുണ്ടല്ലോ ടീച്ചറിന്. എന്തൊരു ടീച്ചറാ? തേങ്ങയുടെ കണക്ക് എന്നിട്ട് അവർക്കൊക്കെ കൊടുത്തിട്ട് തേങ്ങയുടെ കണക്ക് നമ്മളോട് ചോദിക്കുന്നു. അവരോട് ചോദിക്കും ടീച്ചറെ. അത് കൊള്ളാം. എനിക്ക് വയ്യ. 2 പേരും കൂടി ഞങ്ങൾ തോറ്റു പിള്ളേരെ. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച് 2 പേരിട്ടെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഞാൻ തേങ്ങ കൊണ്ട് കൊടുത്ത കാര്യക്കഥയല്ല പറയുന്നത്. മതി, മാക്സിമം മതി. എനിക്ക് വയ്യ. എന്റെ പിള്ളേരെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങ് മാറ്റി വെക്കാം. കുറച്ച് റിലാക്സ് ആവും. പഠിത്തമൊക്കെ മാറ്റി. ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ പിന്നെ ഈ ഒരു അധ്യയന വർഷമൊക്കെ തീരാൻ പോവാന്ന് എല്ലാവർക്കും അറിയാം അല്ലയോ? അപ്പൊ നമ്മുടെ സ്കൂളിൽ ഇനി പുതിയ അഡ്മിഷനുള്ള കുട്ടികളൊക്കെ വരണം. അപ്പൊ നമ്മുടെ സ്കൂളിനെ പറ്റി, നമ്മുടെ വീടിന്റെ അടുത്തുള്ള അരയില് വന്ന് നമ്മുടെ സ്കൂളിലെ കരിക്കുലത്തെ പറ്റി, നമ്മുടെ ആ ഒരു പിന്നെ അക്കാഡമിയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കും? അഖില് പറഞ്ഞു. എന്നോട് ചോദിക്കുമെങ്കിൽ നമ്മുടെ സ്കൂളിലെ കരിക്കലം ഒരു 1-ാം തരം കരിക്കലമാണ് ടീച്ചറെ. ഒന്നുമില്ലെങ്കിൽ ഇത്രയും പേർക്ക് കഞ്ഞി വെക്കുന്ന കരിക്കലം അല്ലേ ടീച്ചറെ? സൂപ്പർ കരിക്കലമാണ്. ഏറ്റവും വലിയ കരിക്കലം നമ്മുടെ സ്കൂളിലെ അല്ലേ? പക്ഷെ ഞങ്ങളുടെ വീടിന് അടുത്തുള്ള അംഗനവാടിയിലെ അമ്മണി ചേച്ചിയുടെ കരിക്കലം ഉണ്ടല്ലോ, നല്ല സൂപ്പർ കരിക്കലം. എന്ന് വെച്ചാല് കഞ്ഞി വെച്ചതിന് ശേഷം അവർ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി മിനുക്കി വെക്കും. കരിക്കലം വന്ന് കണ്ടാൽ പോലും പറയത്തില്ല. അതുപോലെ വൃത്തിയുടെ കാര്യത്തിൽ അമ്മണി ചേച്ചിക്കാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഇത്രയും പേർക്കും വെച്ചു വിളമ്പുന്ന നമ്മുടെ സ്കൂളിലെ കരിക്കലം അത് അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓടാ കരിക്കലത്തെ കുറിച്ചല്ലടാ ഞാൻ ചോദിച്ചത്, കരിക്കുലം. ഓ എന്റെ ദൈവമേ.